ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. രാവിലെ നമ്മൾ അപ്പം മുട്ടക്കറി അല്ലെങ്കിൽ അപ്പം കടലക്കറിയൊക്കെ ഉണ്ടാക്കില്ലേ, പക്ഷെ അത് കഴിക്കാൻ പാടില്ലാത്തവർ ധാരാളമുണ്ട്. ഡയബറ്റിക്കും വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് അപ്പം ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കാൻ അവർക്ക് പേടിയാണ്. കഴിച്ചാൽ വണ്ണം കൂടും അല്ലെങ്കിൽ ഡയബറ്റിക് കൂടും എന്നുള്ള പേടി കൊണ്ട് കഴിക്കാറില്ല. പക്ഷെ അപ്പം ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കൊരു 2 അല്ലെങ്കിൽ 3 എണ്ണം വരെ കഴിക്കാട്ടോ. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി കാണും അല്ലേ? 3 അപ്പം വരെ കഴിക്കാമെന്നുള്ളത് വളരെ വലിയ കാര്യമല്ലേ? അപ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ ആശ്വാസമായി കാണും. അതും വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന പഞ്ഞി പോലത്തെ അപ്പമാണ്, കറിയൊന്നുമില്ലാതെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 1/2 കപ്പ് മില്ലറ്റ് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് രാത്രി വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ രാവിലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കുതിർന്നത് കൊണ്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ പതഞ്ഞ് വെള്ളം വരുന്നത്. 8 മണിക്കൂറെങ്കിലും കുതിർന്നിരിക്കണം. അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കിയാൽ വളരെ സോഫ്റ്റും പിന്നെ വേഗത്തിൽ അത് പൊങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കുതിർന്ന മില്ലറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ ഇത് കുതിർത്തിയത്. മില്ലറ്റ് കഴുകിയതിന് ശേഷം 1/2 കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് കുതിരാൻ വെച്ചതാണ് രാത്രിയിൽ. ഇതിപ്പോൾ രാവിലെയാണ് ഞാനിത് എടുത്തത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം 2 ടീസ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ വേവിച്ച ചോറും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചോറ് 2 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കരുത്. കാരണം 1/2 കപ്പ് മില്ലറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചരിയിലും ചേർക്കാറില്ലേ ചോറ്, അതുപോലെ 2 ടീസ്പൂൺ ചോറ് ചേർത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ആ 1/2 കപ്പ് വെള്ളത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ അരച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇത് അരഞ്ഞിട്ടുണ്ട്. തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നാലേ അപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കുള്ളൂ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അരച്ചെടുത്ത മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇത് 1/4 കപ്പ് വെള്ളമാണ്. നമുക്കൊന്ന് അളന്ന് നോക്കാം. 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണിത്. ഇതിൽ 1/2 കപ്പാണുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ മിക്സിയുടെ ജാറ് ചുറ്റിച്ചിട്ടത്. ഇതിലേക്ക് ഇതിന് മുൻപ് നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് എടുത്തത്. 1/2 കപ്പ് മില്ലറ്റുമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 1/2 കപ്പ് മില്ലറ്റിന് 3/4 കപ്പ് വെള്ളമാണ് കറക്റ്റായിട്ടുള്ള അളവ്. അളവായിട്ട് ഗ്ലാസ് എടുത്താൽ അതനുസരിച്ച് ചേർത്താൽ മതിയാകും. ഇനി ഇത് മൂടി വെച്ച് 1 മണിക്കൂർ പൊങ്ങാൻ വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ ആയിട്ടില്ല, ഒരു 10 മിനിറ്റ് കൂടിയുണ്ട്. 50 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ബാറ്റർ നല്ലതുപോലെ പൊങ്ങിയിരിക്കുകയാണ്. 1 മണിക്കൂറൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് പുറത്തേക്ക് പോകും. നമ്മളിത് നോക്കി നിന്നാലേ മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് നോക്കിയിരുന്നത് കൊണ്ടാണ് ഇത് പൊങ്ങി പുറത്തേക്ക് പോകാഞ്ഞത്. 50 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കിതൊന്ന് കലക്കി നോക്കാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, കണ്ടോ? അരിയോ അല്ലെങ്കിൽ മില്ലറ്റോ എന്താണെങ്കിലും നല്ലതുപോലെ കുതിർന്നാൽ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ 1 മണിക്കൂറൊന്നും ആയിട്ടില്ല. അതിന് മുൻപ് തന്നെ ഇത് നല്ലതുപോലെ പൊങ്ങി. നല്ലതുപോലെ കുതിരാത്ത മില്ലറ്റോ അല്ലെങ്കിൽ അരിയോ ആണെങ്കിൽ 1 മണിക്കൂർ, 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ എടുക്കും നല്ലതുപോലെ പൊങ്ങിക്കിട്ടാൻ. നമുക്കിനി ഇത് വീണ്ടും മൂടി തന്നെ വയ്ക്കാൻ. വന്നിട്ട് അപ്പച്ചട്ടി ചൂടാക്കി അപ്പം ഉണ്ടാക്കാം. ഇപ്പം ഞാനൊരു അപ്പച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് അപ്പം വേവിച്ചെടുക്കാം. മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം കേട്ടോ ഇത് ബാറ്റർ ഒഴിക്കാനായിട്ട്. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കൊണ്ട് ഈ അപ്പം കറക്റ്റായിട്ട് വെന്ത് കിട്ടും.
കുറച്ചുകൂടി മുരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2.5 മിനിറ്റ് വരെ വെച്ചാൽ മതിയാകും. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരിക്കും നമ്മൾ 2 മിനിറ്റ് കൊണ്ട് എടുത്താൽ. 2.5 മിനിറ്റൊക്കെ എടുത്താൽ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും. അത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അത് വീണ്ടും നല്ല സോഫ്റ്റായിട്ട് മാറും. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. മില്ലറ്റ് കൊണ്ടുള്ള അപ്പമാണെങ്കിലും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. നമ്മൾ സാധാരണ അരി കൊണ്ടുണ്ടാക്കുന്ന പാലപ്പം പോലെ തന്നെ വളരെ സോഫ്റ്റാണ്. കണ്ടോ? ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. 1/2 കപ്പ് മില്ലറ്റ് കൊണ്ട് ഏകദേശം 7-8 അപ്പം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് വെന്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് അപ്പമാണ്. അതുകൊണ്ട് ബാറ്റർ കുറച്ച് കുറവായതുകൊണ്ട് അല്പം ചെറിയ സൈസിലുള്ളതാണ്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അവസാനത്തെ അപ്പമാണെങ്കിലും എല്ലാം ആദ്യത്തെ പോലെ തന്നെയാണ് അവസാനത്തെ അപ്പവും ഇരിക്കുന്നത്. പൊങ്ങൽ താറിയൊന്നും പോകുകയൊന്നുമില്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ. ഇപ്പം നമുക്കിത് 7 അപ്പമാണ് കിട്ടിയിരിക്കുന്നത്. അരി കൊണ്ടുണ്ടാക്കുന്ന പാലപ്പത്തിനേക്കാളും വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അപ്പമാണിത്. ഡയബറ്റിക്കുകാർക്ക് പേടി കൂടാതെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം കഴിക്കാം. കടലക്കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. വെയിറ്റ് ലോസുകാർക്കും കഴിക്കാം. കാരണം മില്ലറ്റിന് വളരെ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സാണുള്ളത്. അതുകൊണ്ട് നമുക്ക് പേടി കൂടാതെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്